അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്തും 84-ാമത്തെ ആയത്തുമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ അഖദിനാ മീസാഖ ബനീ ഇസ്രായീൽ ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ വദിൽ ഖുർബാ വൽയതാമാ വൽമസാകീൻ വഖൂലൂ ലിന്നാസി ഹുസ്നൻ വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലം മിൻകും വഅൻതും മുഅ്രിദൂൻ. വഇദ് അഖദിനാ മീസാഖകും ലാ തസ്ഫികൂന ദിമാഅകും വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരികും ثم أقررتم وأنتم تشهدون. റഹമുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന സാധുക്കളായ രോഗികളുണ്ട് റബ്ബേ. അവരെ സഹായിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് റഹ്മാനേ. അവരെ എല്ലാം നീ സഹായിക്കണേ അല്ലാ. അവരെ ആരെയും നീ ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഈ ചാനലിലെ വരിക്കാർക്കും ഇനി വരിക്കാറാകുന്നവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവർക്ക് ഖുർആൻ പഠിക്കാൻ നീ തൗഫീഖ് ചെയ്തു കൊടുക്കണേ റഹ്മാനേ. അവരുടെ ജീവിതങ്ങളിൽ നീ ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബ ജീവിതങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ. ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് അല്ലാ നീ പൂർണ്ണമായും ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അല്ലാഹുവേ ഒരുപാട് പേര് മരണപ്പെട്ട് ഖബറുകളിലാണ് അല്ലാ. അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ അല്ലാ അല്ലാ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്കും സ്വർഗം നൽകണേ റഹ്മാനേ. നരകം നീ ഞങ്ങൾക്കെല്ലാ പേർക്കും ഹറാമാക്കണേ അല്ലാ. വരുന്ന പരിശുദ്ധമായ റമളാനിലെ എല്ലാ നോമ്പുകളും പിടിച്ചു വീടുവാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഉദവി ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ സർവാഗ്രഹങ്ങളും നീ സബലീകരിച്ച് തരണേ അല്ലാ. അതിലൊക്കെയും നീ
ബർക്കത്ത് ചൊരിയണേ റഹ്മാനേ. ആമീൻ ആമീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് അഖദിനാ മീസാഖ ബനീ ഇസ്രായീൽ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, ഇസ്രായീൽ സന്തതികളുടെ പക്കൽ നിന്നും അല്ലാഹു കരാറ് വാങ്ങിയ സന്ദർഭം സ്മരണീയമാണ്. എന്താണ് ആ കരാറെന്ന് താഴോട്ട് പറയുകയാണ്. ലാ തഅബുദൂന ഇല്ലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ വേറെ ആരെയും ആരാധിച്ചു പോകരുത് കേട്ടോ. വീണ്ടും താഴോട്ട് പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ കരുണ ചെയ്യണേ, നന്മ ചെയ്യണേ. വദിൽ ഖുർബാ, നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്കും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. വദിൽ ഖുർബാ, നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്കും നിങ്ങൾ നന്മ ചെയ്യണം. അടുത്ത കുടുംബങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. പിന്നെ പറഞ്ഞത് വൽയതാമാ, അനാഥകളായ കുട്ടികൾക്കും. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് വലുതായാലും അവരനാഥയാണെന്നാണ്. പക്ഷെ അത് അവരനാഥകളല്ല. ഇവിടെ അല്ലാഹു പറയുന്നത് വൽയതാമാ, അനാഥകളായ കുട്ടികൾക്കും, വൽ മസാകീൻ, അഗതികൾക്കും നിങ്ങൾ നന്മ ചെയ്യണം. മിസ്കീന്മാർക്കും നിങ്ങൾ നന്മ ചെയ്യണമെന്ന് അല്ലാഹു പറയും. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുകയാണ്, വഖൂലൂ ലിന്നാസി ഹുസ്നാ. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു പറയുകയാണ്, ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്ക് സംസാരിക്കണം. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിൽ നമുക്ക് വിശാലമായിട്ട് പറയാം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഖീമുസ്സലാ, നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം. നിങ്ങൾക്ക് തോന്നിയതുപോലെ നിസ്കരിച്ചാ പോരാ, പിന്നെയോ മുറപ്രകാരം. വഖീമുസ്സലാ, നമസ്കാരം അതിൻ്റെ മുറപ്രകാരം നിങ്ങൾ നമസ്കരിക്കണം. വാത്തുസക്കാത്ത്, സക്കാത്ത് കൊടുക്കണം. ഇന്ന് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? അതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്, വിശദീകരണത്തിൽ പറയാം. വീണ്ടും അല്ലാഹു പറയുകയാണ്, സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലം മിൻകും വഅൻതും മുഅ്രിദൂൻ. ഇതെല്ലാം യഥാവിധി ചെയ്യണമേ എന്ന് ഞാൻ ഇസ്രായേലി സന്തതികളോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ് നബിയേ. പക്ഷേ ഞാൻ പറഞ്ഞത് അവരിൽ കുറച്ചു പേര് മാത്രമാണ് ആ കരാർ അംഗീകരിച്ചത് നബിയേ. ബാക്കിയുള്ള ഭൂരിപക്ഷവും ആ കരാർ ലംഘിക്കുകയാണ് ചെയ്തത് കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുകയാണ്, ബനു ഇസ്രായേലികർക്ക് കൊടുത്തതായ ഈ അള്ളാഹുവിൻ്റെ ഈ കരാർ ലോക അവസാനം വരെ വരുന്ന എല്ലാവർക്കും നിർബന്ധമായ കാര്യങ്ങളാണ്. എല്ലാവരോടുമായിട്ട് അള്ളാഹു ഈ കരാർ പറയുകയാണ്. ഈ കരാർ എല്ലാവരും അംഗീകരിച്ചേ മതിയാവും. അംഗീകരിച്ചാൽ മാത്രമല്ല പോരാ, ജീവിതത്തിൽ അത്
പ്രാവർത്തികമാക്കുകയും വേണം. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം വരുന്നവോ അവർക്കൊക്കെയും വേണ്ടിയാണ് അള്ളാഹു ഈ കരാറ് പറഞ്ഞത് എന്ന് സാരം. ആ കരാറ് വിശദമായി നമുക്ക് നോക്കാം എന്താണ്, എങ്കിലേ നമുക്കത് മനസ്സിലാവും. അല്ലാഹ് പറഞ്ഞുള്ള കരാറുകൾ ഇസ്രാവരുടെ മക്കളോട്, ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു പറഞ്ഞ കരാറാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഓർമ്മ വരുന്നില്ലേ ഓർക്കേണമേ, എന്താ കരാറെന്ന് പറയാം ഞാനേ. അള്ളാഹു പറഞ്ഞ കരാറ് നിങ്ങൾ ഓർക്കണം, ഞാനും നിങ്ങളും അത് ഓർക്കണം. അത് എന്താണ് കരാറെന്ന് ഞാൻ താഴോട്ട് വിശദീകരിക്കുകയാണ്. ലോകജനതയും ഖിയാമത്തോളം വരുന്ന ജനങ്ങൾക്കും വേണ്ടിയാണേ. ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു കരാറാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അതിനാൽ അറിയണം ഇതിനെ നമ്മൾ മുറുകെ പിടിക്കണം മരണം വരെയും. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി അള്ളാഹു തയ്യാറാക്കിയ ഈ കരാറുണ്ടല്ലോ, ആ കരാറ് നമ്മൾ അറിയുകയും നമ്മളുടെ മരണം വരെയും അത് ജീവിതത്തിൽ ഉടനീളം പകർത്തുകയും വേണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തി പരിശുദ്ധമായ ഖുർആനിൽ നമ്മളെ അറിയിക്കുകയാണ്. ആരും മടിയാലേ ഒഴിവാക്കല്ലേ, അല്ലാഹ് പറഞ്ഞത് അത് പോൽ ചെയ്യേ. ഈ കരാറ് ആരും ലംഘിക്കുകയോ ഈ കരാറുകളിൽ മടികാട്ടുകയോ ചെയ്യാതെ അള്ളാഹു എങ്ങനെയാണോ നമ്മോട് പറഞ്ഞത് അതുപോലെ നമ്മൾ ചെയ്യണം കേട്ടോ. അക്കം ഇതായിട്ട് ഞാനും പറയാം, ഓരോ ഇതാ കാര്യം ഓരോന്നായി. ഓരോരോ കാര്യങ്ങൾ അള്ളാഹു കരാറ് ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ യഥാവിധി പറഞ്ഞു തരാം. അല്ലാഹ് പറയുന്നു ജനങ്ങളോട്, റബ്ബേ വണങ്ങേണം റബ്ബേ മാത്രം. അള്ളാഹു പറയുകയാണ് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, വേറെ ആരെയും നിങ്ങൾ ആരാധിച്ചു പോകരുത്. ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ്. വേറെ ഇതാർക്കും കഴിവില്ലല്ലോ, അല്ലാഹ് കൊടുത്തുള്ള കഴിവല്ലാതെ. അള്ളാഹു പറയുകയാണ് വേറെ ആർക്കും കഴിവില്ല കേട്ടോ, അള്ളാഹുവിന് മാത്രമാണ് സർവ കഴിവും. അവൻ കൊടുത്തുള്ള കഴിവല്ലാതെ വേറെ ആർക്കും ഒരു കഴിവുമില്ല എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണമത്രേ. അതിനാൽ വണങ്ങുവാൻ തരപ്പെട്ടവൻ
അല്ലാ ഇതാ അല്ലാ അല്ലാ മാത്രം. അതുകൊണ്ട് എല്ലാ കഴിവുമുള്ള അള്ളാഹുവിനെ മാത്രമേ മനുഷ്യ നിങ്ങൾ വണങ്ങാവൂ, അവന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാവൂ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് അള്ളാഹു നമുക്കൊരു കരാറ് തരികയാണ്. അതിനോടടുത്തായി പറഞ്ഞു അല്ലാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. ഒരു രസത്തിന് കേട്ടാൽ പോരാ, വളരെ ഗൗരവമായിട്ടെടുക്കണം. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനെ അല്ലാതെ വേറെ ആരെയും ആരാധിച്ചു പോകരുത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. അപ്പൊ എത്ര അർത്ഥവത്തായ കരാറായിരിക്കണം, എത്ര ബലവത്തായ കരാറായിരിക്കണം. അത് ചേർത്ത് രണ്ടാമത് തന്നെ അത് പറയണമെങ്കിൽ ഏറ്റവും വലിയ കരാറ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ കരാറ് മാതാപിതാക്കളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവർക്ക് ഗുണം ചെയ്യണമെന്ന്. എങ്ങനെ? പോറ്റി വളർത്തിയ മാതാവല്ലേ, താങ്ങും തണലായ പിതാവും അല്ലേ. പോറ്റി വളർത്തിയതായ ഉമ്മയാണ്, അതിന് താങ്ങും തണലുമായി നിന്നത് നിന്റെ പിതാവാണ്. ആ പിതാവിനെയും ആ മാതാവിനെയുമാണ് നീ അവരോടാണ് ഗുണം ചെയ്യേണ്ടത്, അവർക്കാണ് നീ ഗുണം ചെയ്യേണ്ടത്, അവർക്ക് മാത്രമാണ് നീ ഗുണം ചെയ്യേണ്ടത്. പോളടയ്ക്കാതെ നിന്നെ നോക്കി, ഉണ്ണാൻ കഴിയാതെ നിന്നെ ഊട്ടി, ഒരുപോലെ കണ്ണടയ്ക്കാതെ നിന്നെ ഉറക്കിയ നിന്റെ ഉമ്മയാണ്. ഒരുപോലെ കണ്ണടയ്ക്കാതെ, ഒരു നുള്ളു പറ്റ് തിന്നാതെ, ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ നിന്നെ ഊട്ടിയ നിന്റെ ഉമ്മയാണ്. നിനക്ക് വേണ്ടി എത്രയോ രാവുകൾ ഉറക്കമൊഴിച്ച നിന്റെ മാതാവ്, ആ മാതാവിനോട് നീ ഗുണം ചെയ്യണം. വിശപ്പും സഹിച്ചാണേ പിതാവ് നിന്റെ, വിശപ്പും ഇതാ മാറ്റി നിനക്കുള്ളത്. ഈ മനുഷ്യ, നിന്റെ പിതാവുണ്ടല്ലോ, എത്രയോ വിശന്നുകൊണ്ട് നിന്റെ വിശപ്പ് മാറ്റിയ നിന്റെ പിതാവാണ്. നല്ല ആഹാരങ്ങൾ കണ്ടിട്ടും അത് കഴിക്കാതെ പൊന്നുമോന് കൊടുക്കണം, അതല്ലെങ്കിൽ പൊന്നുമോൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വാങ്ങി മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന പിതാവാണ്. സ്വന്തം വിശപ്പ് സഹിച്ചുകൊണ്ട്, സ്വന്തം വായിന്റെ രുചിയെ മറന്നുകൊണ്ട്, സ്വന്തം മക്കളുടെ രുചിയെ മാത്രം മനസ്സിലാക്കി, അവരുടെ വിശപ്പ് മാത്രം മനസ്സിലാക്കി വന്ന പിതാവാണ്. ആ പിതാവിനെയാണ് അള്ളാഹു പറയുന്നത്, ആ പിതാവിനും ആ മാതാവിനുമാണേ നിങ്ങൾ ഗുണം ചെയ്യുവാൻ. അവർക്ക് ഗുണം ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ രണ്ടാമത്തെ കരാർ, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണേ എന്ന അള്ളാഹുവിൻ്റെ കരാറ് ഞാനും നിങ്ങളും മരണം വരെയും മുറുകെ പിടിക്കണം കേട്ടോ. ആരും മറന്നു പോകരുത്, ആരും ഉപേക്ഷ വിചാരിക്കരുത്.
നിനക്കും ഇതാ മുന്നിൽ രോഗം വന്നാൽ അവരും ഇതാ ഓടി നിലയില്ലാതെ. നിനക്കൊരു മൂക്കിപ്പനി വന്നാൽ, നിനക്കൊരു തുമ്മല് വന്നാൽ, നിനക്കൊരു അല്ലാത്ത പനി വന്നാൽ, ഇനി എന്തേലും ഒരു അസുഖം നമുക്ക് മക്കൾക്ക് വന്നു പോയാൽ ആ പരാതിയോടുകൂടി, വളരെ വിഷമത്തോടുകൂടി മാതാവും പിതാവും ഓടി നടക്കുകയാണ്. എവിടെയാണ് എൻ്റെ പൊന്നുമോനെ, എവിടെയാണ് എൻ്റെ പൊന്നുമോളെ കൊണ്ടുപോയിട്ട് അവരുടെ അസുഖം കുറയ്ക്കേണ്ടതെന്ന് അവർ രണ്ടുപേരും പരാതിപ്പെടുകയാണ്. അങ്ങനത്തെ മാതാവിനെയും പിതാവിനെയും, അത് ചെയ്തുള്ളതായ മാതാവിനെയും പിതാവിനെയും മാത്രമാണ് നീ, അവർക്ക് മാത്രമാണ് ഗുണം ചെയ്യേണ്ടത് എന്ന് അള്ളാഹു വലിയ രണ്ടാമത്തെ കരാറ് നമ്മോട് പറയുകയാണ്. മറക്കല്ലേ സഹോദരാ, ഉപേക്ഷ വിചാരിക്കരുതേ സഹോദരാ. രോഗം ഇതാ മാറാൻ അല്പം വൈകി, അപ്പോൾ ഇതാ വരും നേർച്ചയാക്കി. നേർച്ച പലതുമേ അവര് ചെയ്തേ, എല്ലാം നിനക്കായി നിനക്ക് വേണ്ടി. ഹോസ്പിറ്റലിൽ നിന്നെ എത്തിച്ചപ്പോൾ അല്പം വൈകിപ്പോയി അസുഖം മാറാൻ. ഒരു ദിവസം ആ മാതാവ് കാത്തിരുന്നു, ആ പിതാവ് കാത്തിരുന്നു, രണ്ടാമത്തെ ദിവസവും കാത്തിരുന്നു. വീണ്ടും മോൻ്റെതും മകളതോ ആകട്ടെ, അവരുടെ രോഗം മാറുന്നില്ലല്ലോ റബ്ബേ എന്ന് വിലപിച്ചുകൊണ്ടവര് എത്രയെല്ലാം ഏതെല്ലാം പള്ളികൾക്ക് വേണ്ടി നേർച്ച നേർന്നെന്നറിയുമോ? നമുക്ക് വേണ്ടി ഉറക്കമഴിച്ച നമ്മളുടെ മാതാവ്, നമുക്ക് വേണ്ടി അധ്വാനിച്ച നമ്മളുടെ പിതാവ്, നമുക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ നമ്മളുടെ പിതാവ്, നമ്മളുടെ മാതാവ്, ആ മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ എന്ന അല്ലാഹുവിൻ്റെ രണ്ടാമത്തെ കരാറാണ് കേട്ടോ. നേർച്ച പലതുമേ അവരും ചെയ്തേ, എല്ലാം നിനക്കായി നിനക്ക് വേണ്ടി. നിന്റെ അസുഖമൊന്ന് കൂടിയപ്പോൾ അവരാകെ ബേജാറായിപ്പോയി. ഉടനെ അവർ എവിടെയെല്ലാം നേർച്ച നേർന്നു എന്ന് നിനക്കറിയാമോ? ചിന്തിച്ചു നോക്കണം കേട്ടോ. അവർക്കാ ഗുണം ചെയ്യാൻ പറഞ്ഞേതല്ലാ, അതിനാൽ മടിയൊന്നും നിനക്ക് വേണ്ട. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടതായ നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ എന്നാണ് അല്ലാഹുവിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ കരാർ. എന്താവർക്കായി വേണ്ടതെന്ന് നീയും അവരോട് ചോദിക്കണം. അവരെ ഇതാ ഹാജ അറിഞ്ഞ് നീയും നന്മാവർക്കായി ചെയ്യേയെന്നും. അവർക്ക് എന്താണോ വേണ്ടത്, അവരെവിടെയാണോ ഇരിക്കുന്നത്, നിന്റെ മാതാവും പിതാവും എവിടെയാണോ ഉള്ളത് അവിടെ നീ ചെല്ലേണ്ടതാണ്. അതല്ലാതെ അവരെ നിന്റെ മുന്നിലേക്ക് വിളിപ്പിക്കരുത് കേട്ടോ. അത് വളരെ വലിയ തെറ്റാണ്. നീ എവിടെയെങ്കിലും നിനക്ക് വേണ്ടി, നിനക്കോ നിന്റെ മക്കൾക്കോ വേണ്ടി വീട് വെക്കുകയും നിന്റെ മാതാവും പിതാവും വേറൊരു സ്ഥലത്താവുകയും
ചെയ്താൽ നീ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താതെ നീ അവർ എവിടെയാണോ ഉള്ളത് അവരുടെ അടുക്കലേക്ക് ചെല്ലണമത്രേ. എന്നിട്ട് അവരോട് ചോദിക്കണമത്രേ, വാപ്പാ എന്തേലും ആവശ്യമുണ്ടോ വാപ്പാ, ഉമ്മാ നിങ്ങൾക്ക് എന്തേലും ആവശ്യമുണ്ടോ എന്ന് നീ അങ്ങോട്ട് പോയി തിരക്കണമെന്നാണ്. അല്ലാതെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ടാൽ നിനക്ക് നാളെ ആഖിറത്തിലോ ദുനിയാവിലോ വിജയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ അവർക്ക് വേണ്ടി അവർ എവിടെയാണോ ഉള്ളത് അവർക്ക് വേണ്ടി നമ്മൾ അവിടെ ചെന്നുകൊണ്ട് സഹായങ്ങൾ നന്മകൾ ചെയ്തു കൊടുക്കണം, അവർക്ക് ഹിദ്മത്തുകൾ ചെയ്തു കൊടുക്കണം. ഇനി അവർ മരണപ്പെട്ടു പോയവരാണ് എങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഹദിയ ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കരഞ്ഞു റബ്ബിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയുമോ, നിനക്ക് വേണ്ടി അവർ എത്രയോ പാതിരാത്രി കരഞ്ഞവരാണ്, എത്രയോ പകലിൽ അവർ കരഞ്ഞവരാണ്. അങ്ങനത്തെ മാതാവിനെയും പിതാവിനെയും നീ അവർക്ക് വേണ്ടി ഗുണം ചെയ്യണം കേട്ടോ. അങ്ങനെ നീ ഗുണം ചെയ്തു പോയാൽ വിജയം ഇതാ നേടാൻ ഇരു ലോകവും കഴിയും നിനക്കാണേ മറന്നേക്കല്ലേ. നിന്റെ ഉമ്മയെയും നിന്റെ ബാപ്പയെയും അങ്ങോട്ട് ചെന്നവർക്ക് വേണ്ടുന്ന എല്ലാ ഹിദ്മത്തുകളും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി അവരെ സന്തോഷിപ്പിക്കുന്ന ഏത് മക്കളുണ്ടോ ആ മക്കൾക്ക് മാത്രമാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയമെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൻ്റെ കരാറിൽ കൂടി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഇതാ അല്ലാഹ് പറയുന്നുണ്ടേ, ഞാനും പറയാമേ എന്താണെന്ന്. രണ്ടാമത്തെ കരാറായ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ എന്ന് അല്ലാഹു പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു വലിയ കരാറാണ്. എന്താണ് ആ കരാറ്? നമുക്ക് നോക്കാം. അടുത്ത കുടുംബങ്ങൾ അവർക്ക് വേണ്ട ചെയ്ത് കൊടുക്കണം സഹായങ്ങള്. നമ്മളെ രക്തബന്ധങ്ങളുണ്ടല്ലോ, നമ്മളെ അനിയന്മാരുണ്ടല്ലോ, നമ്മളെ ജ്യേഷ്ഠന്മാരുണ്ടല്ലോ, നമ്മളെ മാമമാരുണ്ടല്ലോ, നമ്മളെ കൊച്ചാപ്പമാരുണ്ടല്ലോ, നമ്മളെ അതുപോലെ രക്തബന്ധങ്ങളുണ്ടല്ലോ, ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ടല്ലോ, അവർക്കാണ് ഇനി നമ്മൾ ഗുണം ചെയ്യേണ്ടത്. ആദ്യമത്തെ കരാർ എന്താണ് അള്ളാഹു പറഞ്ഞത്? ഒന്നേ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, രണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. മൂന്നാമതായി കരാർ അള്ളാഹു പറയുന്നു, നിന്റെ രക്തബന്ധങ്ങളുണ്ടല്ലോ, നിന്റെ അടുത്ത ബന്ധുക്കളുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ, അവരെ നിങ്ങൾ ആട്ടി ഓടിക്കരുത് കേട്ടോ. കുടുംബം ഇതാ ബന്ധം മുറിക്കരുതേ, കടുത്ത പരാജയം അതിലുണ്ടെന്നേ. നമ്മൾ കുടുംബബന്ധം മുറിച്ചു പോയാൽ, ജ്യേഷ്ഠൻ അനിയനോട് മിണ്ടാതിരുന്നാൽ, അനുജൻ ജ്യേഷ്ഠനോട് മിണ്ടാതിരുന്നാൽ, മാമ കൊച്ചാപ്പയോട് മിണ്ടാതിരുന്നാൽ, അങ്ങനെ പരസ്പരം നമ്മളെ രക്തബന്ധങ്ങൾ യാതൊരു വിധമായ ബന്ധങ്ങളും ഇല്ലാതിരുന്നു പോയാൽ അതൊരു പരാജയമാണ്, പരാജയത്തിൻ്റെ പടുംകുഴിയാണ് എന്നിവിടെ ഇതാ പറയുകയാണ്.
അതിന് ഉദാഹരണം പറയുന്നു. പിരിഞ്ഞ കയറുമേ ചേർത്ത് വെച്ചാൽ വടവും അത് തോറ്റ് പോകും എന്നാ. പിരിഞ്ഞതായ കയറുകളെല്ലാം കൂടെ ഒരുമിച്ചങ്ങോട്ട് കോർത്ത് പിടിച്ചാൽ വടവും തോറ്റുപോകുമത്രേ. അതുപോലെ തന്നെയാണ് നമ്മൾ ബന്ധുക്കൾ ഒന്നിച്ച് നിന്നാൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. നമുക്ക് വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് കുടുംബ ബന്ധമാരും മുറിച്ചു കളയരുത് കേട്ടോ. ചെറിയ പിണക്കങ്ങൾ വലുതുമാക്കി ബന്ധം വഷളാക്കി മുറിക്കുന്നുണ്ടേ. ചതിയായി ഇബിലീസിൻ ചതിയ പൊന്നേ, അതിനാലൊരിക്കലും മുറിക്കരുതേ. ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം നമ്മളുടെ രക്തബന്ധങ്ങളുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ അത് പിശാചിന്റെ ചതിയാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നത് പിശാചിന്റെ ചതിയാണത്രേ. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ ബന്ധം മുറിച്ച് കളയരുത് കേട്ടോ. ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഊതി വീർപ്പിച്ച് നമ്മളിതാ അറുത്ത് മുറിച്ച് ബന്ധം കളയുകയാണ്. അത് പാടില്ല. ശൈത്താന്റെ വലിയ ചതിയാണ്. ചെറുതും വലുതുമാം വീഴ്ചകള് സദയം പൊറുക്കേണം തമ്മിൽ തമ്മിൽ. ചെറുതാകട്ടെ ഇനി വലുതാകട്ടെ, എന്ത് തന്നെയാലും നമ്മൾ സഹോദരങ്ങളാണ് എങ്കിൽ, രക്തബന്ധങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങളൊക്കെയും മറന്നുകൊണ്ട് നല്ല അന്തസ്സോടെ അഭിമാനത്തോടെ ഒരുമിച്ച് നമ്മൾ മുന്നേറി ജീവിക്കണം കേട്ടോ. കുടുംബ ബന്ധം എന്നും നിലനിൽക്കാൻ നമ്മൾ ദുആ ചെയ്യണം കേട്ടോ. കുടുംബ ബന്ധം എന്നും എന്നും നമ്മളെല്ലാവരും നിലനിർത്തണം കേട്ടോ. അതൊരു വലിയ പുണ്യമാണ്. മാത്രവുമല്ല, അത് അല്ലാഹുവിന്റെ കരാറ് കൂടിയാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ കരാറാണ്. ഞാനാ വലുതെന്ന അഹന്ത വേണ്ട, അതിനാൽ അവർക്കരികിൽ നീയും ചെല്ലേ. അതുപോൽ ചെയ്യുന്ന ആര് ഉണ്ടോ, അവർക്കാ വിജയവും ഇരു ലോകത്തും. ഞാൻ വലിയവനാണ്, എനിക്ക് വലിയ കാറുണ്ട്, ഞാൻ വലിയ പണക്കാരനാണ്, അവൻ വളരെ നക്കിയാണ്, അവനൊന്നുമില്ല, അവൻ ദരിദ്രവാസിയാണ്, ഇങ്ങനെയൊന്നും പറയാതെ, ഇങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഞാനും നിങ്ങളും നടിക്കാതെ, നമ്മളുടെ സഹോദരനാണ്, അവനൊരു വീഴ്ച പറ്റിപ്പോയി, അതുകൊണ്ട് താങ്ങേണ്ടത് നമ്മൾ മാത്രമാണെന്നുള്ള ആ മഹാചിന്തയോടുകൂടി നമ്മൾ അങ്ങോട്ട് ചെല്ലണമത്രേ. അതൊരു വീഴ്ചയായി നമ്മൾ കാണരുത്, അതൊരു കുറവായി നമ്മൾ കാണരുത്. അങ്ങനെ നമ്മൾ അഹന്തയില്ലാതെ അങ്ങോട്ട് ചെന്ന് മിണ്ടി നമ്മളെ സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, ആ കുടുംബ ബന്ധം ചേർക്കുകയാണ് എങ്കിൽ, അള്ളാഹു പറയുകയാണ് അവർക്കാണ് ഇരുലോക വിജയം കേട്ടോ. മറിച്ചാണെങ്കിലോ ഇരു വീടും പരാജയമാണ്. കുടുംബ ബന്ധങ്ങളെല്ലാം യഥാവിധി നിലനിർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇനി ആരും കുടുംബ ബന്ധം
ഇനി ആരും കുടുംബബന്ധം മുറിക്കരുത് കേട്ടോ. ഇനി ആരെങ്കിലും മുറിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ചെല്ലുക, ഞാൻ വലിയവനാണെന്നുള്ള അഹന്തയൊന്നും വേണ്ട, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെന്നുകൊണ്ട് പരസ്പരം ബന്ധം പുതുക്കണം കേട്ടോ. ഇനിയും നമ്മൾ ഇതറിഞ്ഞിട്ടും ബന്ധം പുതുക്കാതിരുന്നാൽ, നമ്മൾ മരിച്ചെങ്ങാണം പോയാൽ പരാജയമായിരിക്കും കേട്ടോ. അതുകൊണ്ട് പണത്തിൻ്റെയോ ബിസിനസിൻ്റെയോ അധികാരത്തിൻ്റെയോ ഉദ്യോഗ കയറ്റത്തിൻ്റെയോ ഒന്നും ഒരു പവറും നമ്മൾ കാണിക്കാതെ നമ്മളെ രക്തബന്ധങ്ങളെ അടുപ്പിക്കണം കേട്ടോ. അവരെ ചേർത്ത് പിടിക്കണേ. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാണ്. സമയദൈർഘ്യത്താൽ ചുരുക്കുന്നു ഞാൻ, വേറെ പറയാനും ഉണ്ടേ പൊന്നേ. അതുകൊണ്ട് ഞാൻ ഈ ബന്ധത്തെക്കുറിച്ച് നിർത്തുകയാണ് ഈ വിഷയം. ഇനി അടുത്ത കരാറ്, ഇനിയും പറയാൻ ഒരുപാട് കരാറുകളുണ്ട്. ആ കരാറുകളിലേക്ക് ഞാൻ കടക്കുകയാണ്. അറിയേ അനാഥർക്കും നന്മ ചെയ്യേ, ആരാറിയുമോ കുട്ടികളാ. അടുത്ത അള്ളാഹുവിന്റെ കരാററിയുമോ? വല്യത്താമ, അനാഥ മക്കളോട് നിങ്ങൾ കരുണ കാണിക്കണേ. അനാഥ മക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. അനാഥ മക്കളെ നിങ്ങൾ സഹായിക്കണേ. പ്രായം തികയാത്ത പക്വതയും ഇല്ലാവർക്കില്ലേ അവരായെത്തി. പ്രായം തികയാത്ത, പക്വതയില്ലാത്ത, ഒരു ഉപജീവനമില്ലാത്ത ഒരു കുട്ടിയാണ് യതീം. നമ്മൾ ധരിച്ചു പോകും 90 വയസ്സായാലും ചിലർ യതീമെന്ന് പറയുന്നത് കേൾക്കാം. അവർ യതീമല്ല, വല്യത്താമ. അള്ളാഹു പറയുന്നു, അനാഥകളെന്ന് പറഞ്ഞാൽ അവർ കുട്ടികളാണ്. ഒന്ന് തലോടിയാൽ 1000 നന്മ ലഭിച്ചുള്ള കർമ്മം തന്നെ. നിന്റെ വലത് കൈകൊണ്ട് ഒരു യതീം മോന്റെ അല്ലെങ്കിൽ യതീം മോളെ, യതീം മക്കളെ ആ തലയിലൊന്ന് തലോടിയാൽ അതൊരു 1000 നന്മ ചെയ്തുള്ള ഒരു കർമ്മമത്രേ. എത്ര പോരിശയാണ്! ഒന്ന് സഹായിച്ചാൽ സ്വർഗം തന്നെ, നാളെ സിറാത്തിലും പറക്കാം പൊന്നേ. ഒരു യതീമീനെ നമ്മൾ സഹായിച്ചാൽ, അവന്റെ ഒരു ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുത്താൽ, നാളെ സിറാത്തിൽ മുസ്തഖീം എന്ന പാലത്തിൽ നമുക്ക് പറന്നു പോകാമത്രേ, മിന്നൽ വേഗത്തിൽ കടക്കാമത്രേ. മാത്രവുമല്ല, സ്വർഗമല്ലാതെ നമുക്ക് മറ്റെന്ത് ലഭിക്കാൻ? ഏറ്റ് വളർത്തിയാൽ അർശ് പോലും ചെയ്യും ദുആയെന്നും നമുക്ക് വേണ്ടി. ഒരു യതീമിനെ എടുത്ത് നമ്മൾ വളർത്തിയാൽ, അവന് ചെല്ലും ചേലും വസ്ത്രവും എല്ലാം കൊടുത്ത് നമ്മൾ വളർത്തിയാൽ, ഇതാ പറയുന്നു, അർശുണ്ടല്ലോ, അള്ളാഹുവിന്റെ സിംഹാസനം, അള്ളാഹുവിന്റെ അർശ് നമുക്ക് വേണ്ടി നിത്യേന ദുആ ചെയ്യുമത്രേ. എത്ര പോരിശയാണ്! അനാഥ മക്കളെ സംരക്ഷിക്കുക. ആരാണ് അനാഥ മക്കള്? പിതാവ് മരണപ്പെട്ടു പോയവരാണ് അനാഥ മക്കൾ. അവരെ തലോടണം, അവരെ സഹായിക്കണം, അവർക്ക് നന്മ ചെയ്യണം. അവരെ കണ്ടില്ല എന്ന് നമ്മൾ ആരും നടിച്ചു പോകരുത് കേട്ടോ. അല്ലാ പറഞ്ഞതാ അറിയേ നിങ്ങൾ,
ഞാനും പറഞ്ഞതാ നിങ്ങൾക്കായി. യത്തീമിതാ പോരിഷ പറയാനായി ഒരുപാട് ഉണ്ടേ പൊന്നേ. യത്തീമിന്റെ പോരിഷ പറയാനാണെങ്കിൽ ഒരു 5-6 ദിവസം വാത് പറഞ്ഞാൽ പോലും യത്തീമിന്റെ പോരിഷ പറഞ്ഞ് തീരുകയില്ല കൂട്ടരെ. പക്ഷേ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. യത്തീമിന്റെ പോരിഷ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഞാനും നിർത്തുന്നു ഇതാ തൽക്കാലം. കാര്യം ഗ്രഹിക്കുവാൻ ഇത് ധാരാളം. ബുദ്ധിമാന്മാർക്ക് ഇത്രയും മതിയല്ലോ. അവർക്ക് മനസ്സിലാകും ഇനി എന്തുമാത്രം പോരിഷ കിട്ടുമെന്ന്. ബുദ്ധിമാന്മാർക്കത് മനസ്സിലായി കാണും. ബുദ്ധിമാന്മാർക്ക് മനസ്സിലാകും ഇത്ര തന്നെ ധാരാളമാണ്. ഇന്ന് നമ്മൾ യത്തീംഖാനയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. യത്തീം മക്കൾ ആരാണെന്ന് നമ്മൾ തെരഞ്ഞു പിടിക്കുക, അവരെയാണ് നമ്മൾ സഹായിക്കുന്നത്. അല്ല യത്തീംഖാനയിൽ എല്ലാം യത്തീം മക്കളാണോ എന്നൊന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടെ അഗതികൾ കാണും. അഗതികൾ വേറെ, യത്തീം വേറെ. അപ്പൊ യത്തീം മക്കളെ നമ്മൾ അന്വേഷിച്ചറിയുക, എന്നിട്ട് വേണം അവരെ സഹായിക്കുക. എങ്കിലേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഗുണം കിട്ടുകയുള്ളൂ. അല്ലാതെ യത്തീംഖാന എന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള എല്ലാ പിള്ളേരും യത്തീമാണെന്ന് നമ്മൾ ധരിച്ചു പോകും. അതെന്തെങ്കിലും ആവട്ടെ. ഇനി അടുത്ത അള്ളാഹുവിന്റെ കരാറ്. അല്ലാ പറയുന്നു അഗതികൾക്ക് കൊടുക്കേ മടിക്കാതെ ഞാൻ തന്നത്. അടുത്ത അള്ളാഹുവിന്റെ കരാറാണ് വൽ മസാക്കീൻ. പാവങ്ങളെ സഹായിക്കുക, അഗതികൾക്ക് ആശ്രയമാവുക. സ്വത്തും മുതലുമേ ഞാൻ തന്നത് നിനക്ക് ഇതാ മാത്രം തിന്നാനല്ല. ചിലർക്ക് ഇഷ്ടം പോലെ അല്ലാഹു വാരിക്കോരി കൊടുക്കും. പക്ഷെ അത് അവന് മാത്രമുള്ളതല്ല, അവന്റെ മക്കൾക്ക് മാത്രമുള്ളതല്ല. പിന്നെയോ മസാക്കീൻ, അഗതികൾക്കും കൂടി ഉള്ളതാണ്. അവർക്കും കൂടിയുള്ളതാണ് നിനക്ക് തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, നമുക്കൊരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട്, നമുക്കൊരുപാട് സ്വർണമുണ്ട്, നമുക്കൊരുപാട് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇത് നമുക്ക് മാത്രമുള്ളതല്ല, നമ്മളെ മക്കൾക്ക് മാത്രം തിന്ന് സുഖിക്കാനുള്ളതല്ല. ഇത് മസാക്കീൻ, പാവപ്പെട്ടവന്റെ സ്വത്ത് കൂടിയാണ്. അത് അള്ളാഹുവിന്റെ കരാറാണ്. ആ കരാറ് ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് അഗതികളായ മിസ്കീന്മാരായ പാവങ്ങൾക്ക് കൂടി നമ്മളുടെ വിഹിതത്തിൽ നിന്ന് ഒരു ഓഹരി കൊടുക്കണം കേട്ടോ. നീയും ധരിക്കല്ലേ നിനക്കുള്ളതാ പക്ഷി പറവാതി അഗതികൾക്കും. എത്ര വലിയ അർത്ഥവത്തായ വാക്കാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? അഗതികൾക്ക് നിനക്ക് മാത്രമുള്ള സ്വത്തല്ല, അഗതികൾക്ക്, പക്ഷികൾക്ക്, പറവാദികൾക്ക്, അങ്ങനെയുള്ള സകലതിനും വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് എല്ലാം നിർമ്മിച്ചു വെച്ചതും നിനക്ക് തന്നതും അത്രേ. അവർക്കും ഇതാ ഓഹരി അതിലുമുണ്ടേ. അതിനാലഗതിയെ മറന്നേക്കല്ലേ.
നിനക്ക് ഒരുപാട് സ്വത്തുണ്ട് എങ്കിൽ, നിനക്ക് ഒരുപാട് പൈസയുണ്ട് എങ്കിൽ, നീ മാത്രം അത് ഒതുക്കി, നിന്റെ മക്കള് മാത്രം അത് ഒതുക്കി തിന്നു തീർക്കാതെ ബാക്കിയുള്ള പാവങ്ങൾക്ക് കൂടി കൊടുക്കണേ എന്ന് അള്ളാഹുവിൻ്റെ കരാറാണ്. ഒരിക്കലും നമ്മൾ ലംഘിച്ചു പോകരുത്. പക്ഷി പറവകൾ പറന്ന് വരുമേ, തോട്ടം നീതാ നിന്റെ പഴത്തോട്ടത്തിൽ, നട്ട് വളർത്തിയ മരം തന്നാണേ, പക്ഷേ അവകാശം അവർക്ക് മുണ്ടേ. ഞാൻ ചുരുക്കുകയാണ് സമയദൈർഘ്യം കൊണ്ട്. ആട്ടി അതിനെയും ഓടിക്കല്ലേ, ചെയ്താൽ പറയുന്നു ആ പക്ഷിയും. നാളെ മഹിഷറ സഭയിൽ തന്നെ റബ്ബിനിതാ മുന്നിൽ തന്നെയാണേ. നമ്മളുടെ തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വസ്തുവിൽ നല്ല പഴങ്ങൾ കാച്ചു നിൽക്കും. മാമ്പഴം കാണും, ചക്കപ്പഴം കാണും, ഈത്തപ്പഴം കാണും, അത്തിപ്പഴം കാണും, ആപ്പിള് കാണും, ഓറഞ്ച് കാണും, മുന്തിരി കാണും. അങ്ങനെ ഒരുപാട് പഴങ്ങൾ തിങ്ങി നിറഞ്ഞ് നമ്മളുടെ വിളകളിൽ നിൽക്കുമ്പോൾ അതിൽ കായ്കനികളെല്ലാം പിടിച്ച് അതിങ്ങനെ പഴുത്ത് പാകമാകുമ്പോൾ കാക്കകൾ വരാറുണ്ട്, അണ്ണാന്മാര് വരാറുണ്ട്, കൊക്കുകൾ വരാറുണ്ട്, പൊന്മാൻ വരാറുണ്ട്, അങ്ങനെ ഒരുപാട് പക്ഷികൾ വരാറുണ്ട്. അതിൽ നിന്ന് ഓഹരി കൊത്തി തിന്നുകൊണ്ടത് പോകാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ അതിനെ ആട്ടി ഓടിക്കരുതേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തൊരു പഴത്തിൻ്റെ മരം, ഒരു മാമ്പഴം നിൽക്കുകയാണ്, മാവ്. അതിലൊരുപാട് മാങ്ങ പിടിച്ച് പഴുത്ത് നിൽക്കും. ദൂരെ നിന്നുകൊണ്ട് പക്ഷികൾ വരുന്നു, ഒന്നോ രണ്ടോ ഒക്കെ അത് തിന്നുകൊണ്ട് പോകും. നമ്മൾ അതിനെ ഉടനെ കല്ലെടുത്തെറിയരുത്. അങ്ങനെ എറിഞ്ഞു പോയാൽ, ഇനി ചക്കപ്പഴം തിന്നുന്ന അണ്ണാനെ എറിഞ്ഞോടിച്ചാൽ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്, അണ്ണാനെ തന്നെ നമ്മൾ എറിഞ്ഞു ഓടിച്ചു എന്നിരിക്കട്ടെ, നമ്മളുടെ ചക്കപ്പഴം തിന്ന അണ്ണാനെ എറിയുകയാണ്. അങ്ങനെ എറിഞ്ഞു പോയാൽ ഈ അണ്ണാൻ നാളെ ആഖിറത്തിൽ വരുമത്രേ. എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ സ്വർഗത്തിലേക്ക് കടക്കാൻ നേരം ഈ അണ്ണാനും കുഞ്ഞു പറയുമത്രേ, ഇവൻ എന്നെ ആട്ടി ഓടിച്ചവനാണ്, നീ എനിക്ക് വിഭവമായി തന്ന നിന്റെ പുന്നാര ചക്കപ്പഴത്തെ ഞാൻ ആശ്രയിച്ച മരത്തിലേക്ക് കയറി ഞാൻ തിന്നാൻ തുടങ്ങുമ്പോൾ അവൻ എന്നെ ഭൂമിയിലുള്ളതായ കല്ലെടുത്ത് എറിഞ്ഞ മനുഷ്യനാണ് റബ്ബേ. നീ എനിക്ക് തന്ന എൻ്റെ ഓഹരി അവൻ എന്നെ കഴിക്കാൻ സമ്മതിക്കാത്ത ഒരു ദുഷ്ടനായ മനുഷ്യനാണ് എന്നീ അണ്ണാൻ പറയുമത്രേ, ഈ കാക്ക പറയുമത്രേ, പറവകൾ പറയുമത്രേ, പക്ഷികൾ പറയുമത്രേ. ഒഴിവ് കഴിവുകൾ പറയാൻ നിനക്ക് അന്ന് കഴിയില്ലേ, ഓർക്ക് ഇന്ന്. നീ ചിലപ്പോ കുളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടി കിണറ്റിൽ നിന്ന് നീ നിന്റെ ബക്കറ്റിലേക്ക് വെള്ളം കോരി നിറയ്ക്കുകയാണ്. ആ സമയത്ത് നീ ചിലപ്പോൾ എന്നങ്ങോട്ട് മാറുമ്പോൾ ഒരു കാക്ക വരികയാണ്. ആ കാക്ക വന്നിട്ട് നീ കോരി നിറച്ചതായ നിന്റെ ബക്കറ്റിലെ വെള്ളം അതൊന്ന് കുടിക്കുകയാണ്. അത് കുടിക്കുന്നത് അല്ലാഹുവിൻ്റെ അനുമതിയോട് കൂടിയാണ്.
നീ ആ കാക്ക കുടിക്കുമ്പോഴേക്കും വന്നിരിക്കുമ്പോഴേക്കും തന്നെ നീ ആ കാക്കയെ ആട്ടി ഓടിക്കുകയാണ്. പക്ഷേ പാടില്ല, അത് ദാഹിച്ച് വലഞ്ഞു വന്ന വെള്ളം കുടിക്കാൻ വന്നതാണ്. അത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ആ വെള്ളം കുടിക്കാൻ അള്ളാഹു ആ പറവയ്ക്ക് അല്ലെങ്കിൽ ആ കാക്കയ്ക്ക് ഏകിയ വെള്ളമാണ്. ആ വെള്ളം കുടിക്കാൻ അത് വന്നപ്പോൾ നീ അതിനെ ആട്ടി ഓടിക്കുകയാണ്. ആ വെള്ളം ആ കാക്ക കുടിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ ശറഈയായ വിധി. നമ്മൾ മനസ്സിലാക്കണം. ആ കാക്കയെ ഓടിച്ചാൽ നാളെ ആഖിറത്തിൽ നമുക്ക് പിടിവീഴും. ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. വെറുതെ നിസ്കരിച്ച് നോമ്പ് പിടിച്ച് ഹജ്ജും ചെയ്ത് ഉറങ്ങിക്കിടന്നാൽ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നാണ് ധാരണ. ഓരോന്നോരോന്നായി പഠിക്കണം. അത് ഈ പരിശുദ്ധമായ ഖുർആനിലെ 6666 ആയത്തുകളും വിശദീകരിച്ച് കഴിയുമ്പോൾ, അത് നമ്മളെല്ലാവരും കേട്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ വരിക്കാറാകുക. ഈ പരിശുദ്ധമായ ഖുർആന്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും നല്ലതുപോലെ കേട്ട് പഠിക്കുക. എങ്കിലേ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഞാനും നിർത്തുന്നേ ദുആ ചെയ്യാമേ, ആമീൻ പറയണേ മടി കൂടാതെ. പൊറുക്കേ ഇതാ പാവം പൊറുക്കേ ഇതാ പാവം ഞങ്ങളേത്, കരുണ ഇതാ ചെയ്യേ ഞങ്ങളിലും. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ അരുമ്പാവികളാണ് റബ്ബേ. സകല ഭാവങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലോ. ശഅബാന്റെ ദിനങ്ങളാണ് റബ്ബേ, ശഅബാന്റെ രാത്രികളാണ് റബ്ബേ. സർവ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ നീ കരുണ ചെയ്യണേ റഹ്മാനേ. നരകം ഹറാമാക്കി സ്വർഗം താനീ, ഇഹവും പരവും നീ സഹായിക്കണേ. അല്ലാഹുവേ, സ്വർഗം നീ ഞങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമാക്കണേ അല്ലാ. നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കണേ അല്ലാ. ഈ ലോകവും നാളെ പാരത്രികമായ ലോകത്തും നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ത്വാഹ റസൂലുള്ളാഹ് നബിയോടൊപ്പം കൂടാൻ സുബർക്കത്തിൽ കനിയൂ അല്ലാഹ്. ലോകഗുരുവായ നമ്മുടെ പ്രവാചകനായ നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സുബർക്കത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ആമീൻ 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 ആമീൻ. യാദൽ ജലാലേ നീ റഹീമാനല്ലാ. ഞങ്ങളുടെ ഈ ദുആന നീ സ്വീകരിക്കണേ റഹ്മാനേ. ആമീൻ. ഈ 83, 84 ആയത്തിന്റെ വിശദീകരണം ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.